ടീച്ചർ എന്നാൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ടീച്ചർ ഇപ്പൊ നമ്മുടെ ഈ കേരളത്തില് ദൂരദർശൻ അല്ലാതെ പല പ്രൈവറ്റ് ചാനലുകളിലും ഉണ്ട്. അതിൽ തന്നെ നമുക്ക് കലാപരമായി ആർട്ടിനും ഡാൻസിനും തന്നെ നമുക്ക് പാട്ടിനും ഡാൻസിനും തന്നെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് കോമ്പറ്റീഷൻസും നമുക്ക് നമ്മൾ ഒരുപാട് പരിപാടികൾ കാണുന്നത് കൂടുതലും സംഗീതമാണ് ഇപ്പൊ കാണുന്നത്. കൂടുതലും സംഗീതമാണ് കാണുന്നത്. ടീച്ചർ നല്ലൊരു ഗായികയാണ്, നമുക്ക് നല്ലൊരു ഗായികയാണ്, കോളറൊക്കെ പിടിച്ചിടാൻ പോണത്. ഇപ്പൊ നേരത്തെ ചോദ്യത്തിൽ തന്നെ ടീച്ചർ ആ ഓരോരോ പദങ്ങളും പാടുമ്പോ തന്നെ നല്ല രസമാണ് അത് കേട്ടിരിക്കാൻ തന്നെ. ടീച്ചർ എനിക്ക് ചോദിക്കാനുള്ളത്, ടീച്ചർ കാണൂ ഇതുപോലെ സംഗീതത്തിന്റെ മത്സരങ്ങള് അതൊക്കെ ടീച്ചർ കാണാറുണ്ടോ? നൃത്തം കൂടാതെ. അത് ശരി. മത്സരം കാണാറുണ്ടോന്ന് ചോദിച്ചാല് കാണാറുണ്ട്. അത് ഇനിയിപ്പോ ഈ ഇടയ്ക്ക് ഇനി അത് കാണണോന്നൊരു സംശയം. അത് നമ്മളെയൊക്കെ മടിപ്പിക്കുക എന്ന് പറയില്ലേ, മടുപ്പിക്കുക എന്ന് പറഞ്ഞാല് സംഗീതത്തിനോടാണെങ്കിലും കുട്ടികളാണ് പാടണത്. എന്നിരുന്നാലും ഞാൻ ഇത്രയും ഒരു സീനിയറായൊരു കലാകാരിയാണ്. പിന്നെ എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, നൃത്തത്തിന് ഒരു മത്സരം അല്ലെങ്കിൽ ഒന്നും തന്നെ കണ്ടിട്ടില്ല. നമ്മുടെ കേരളത്തിൽ ഒട്ടുമില്ല. പിന്നെ എനിക്ക് തോന്നണ മദ്രാസ് നമ്മുടെ ചില പ്രൈവറ്റ് ചാനലുകളിലൊക്കെ ഒരിടയ്ക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അവർ നടത്തിക്കോട്ടെ. നമ്മുടെ അവിടെ സംഗീതമായാലും നൃത്തമായാലും നമുക്ക് തന്നെ അറിഞ്ഞുകൂടാ ഏത് കാലത്ത് തുടങ്ങിയതെന്ന്. സാമവേദ കാലത്താണ് സംഗീതം ഉണ്ടായെന്ന് കേട്ടിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പം അത് ആ കാലത്തൊക്കെ ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ട്, ഏത് കാലമായിരുന്നു അത്? കുറേ കാലം, വർഷങ്ങൾക്ക് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കാര്യങ്ങളാണ് അതൊക്കെ. എന്നിരുന്നാലും നമ്മുടെ ഈ കേരളത്തിലെ സൗത്ത് ഇന്ത്യൻ ആർട്ട് ഫോമായ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഈ മൂന്നുമാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. ഇത് മൂന്നിലും ഒരു പ്രൈവറ്റ് ചാനലുകളിലോ അല്ലെങ്കിൽ ദൂരദർശനായാലും ഞാൻ പറയുന്നത് എവിടെയും ഇല്ല, ഒരു മത്സരമില്ല. അപ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് സംഗീതത്തിന് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്തിട്ടുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ചാനലുകാർ. കലയായിട്ട് എടുത്തു വരുന്ന ഒരു കാര്യം പറയുകയാണെങ്കിൽ, എന്തുകൊണ്ട് ഇവർക്ക് നൃത്തം വെച്ചുകൂടാ? അപ്പോൾ കുറേ കുട്ടികൾ സത്യം പറഞ്ഞാൽ എനിക്കിന്നല്ല ആർക്കായിരുന്നാലും പഠിക്കാൻ ചെല്ലും. അങ്ങനെ മത്സരത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന കുറേ കുട്ടികളുണ്ട്. അവർക്ക് എന്തെങ്കിലും ഒരു സ്റ്റേജ് കിട്ടുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറേ പാരൻസും കുട്ടികളും അതിനോട് താല്പര്യമുള്ളവരുണ്ട് മത്സരങ്ങൾക്ക് പോകാനായിട്ട്. ഇപ്പം ഈ ഇടയ്ക്ക് തന്നെ എൻ്റെ അടുത്ത് പല പാരൻസും പറഞ്ഞു, ടീച്ചറെ മത്സരമൊന്നുമില്ല, സ്കൂളിൽ കളിച്ചാലും കിട്ടൂല. എന്നുവെച്ചാൽ അതേപോലത്തെ ഒരു ജഡ്ജിമെൻറ്റാണ് വരുന്നത്. സ്കൂളിൽ ഒരു ടീച്ചറെ കുട്ടി കളിക്കാനുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഉറപ്പായിട്ട് അവർ കൊടുത്തിരിക്കും. അങ്ങനെയായി ചില സ്കൂളുകളിലൊക്കെ അങ്ങനെ. അതൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. അതൊക്കെ ഞാൻ പറയും. എനിക്ക് അത് പറയാതിരിക്കാൻ സാധിക്കില്ല. ഞാൻ പറയാം, എൻ്റെ കുട്ടികളുടെ കുറേ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാൻ ചോദിച്ചു, ആർക്കാ മോളെ ഫസ്റ്റ്? അതവിടെ പഠിപ്പിക്കുന്ന ടീച്ചറിൻ്റെ മകൾക്കാ. പിന്നെ നമ്മളൊക്കെ എന്തിനാ കളിക്കുന്നത്? സത്യം പറഞ്ഞാൽ ഒരു സ്കൂളിൽ മത്സരം ഉണ്ടെങ്കിലേ ആ ടീച്ചർമാരെ മക്കളെ കളിപ്പിക്കരുതെന്ന് ഞാൻ പറയാം. ആ ടീച്ചറിന് അറിയാം അപ്പം ജഡ്ജസിനെ ആരെയും വിളിക്കണം എന്നുള്ളത്. അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട്. അപ്പം നല്ല നല്ല കുട്ടികൾ സ്കൂളിൽ നിന്ന് തന്നെ കയറി വരാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി എന്ന് പറഞ്ഞാൽ ഇവർ ഈ ചാനലുകാർ ആരെങ്കിലും ഒരു മത്സരം വെച്ചാൽ നല്ല രീതിയിൽ നടത്തണം. നല്ല രീതിയിൽ ഒരു ജഡ്ജ്മെൻ്റൊക്കെ വെച്ച് നടത്തി കഴിഞ്ഞാൽ കുറേ കുട്ടികൾ പഠിക്കാൻ വരും. മറ്റത് കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് യുവജനോത്സവം മാത്രമല്ല. അത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുട്ടിയെ ഒരു സ്കൂളിൽ നിന്ന് ഒരു മത്സരത്തിന് ഒരു പ്രൈസ് കിട്ടുക എന്ന് പറഞ്ഞാണ്ടല്ലോ, ഇപ്പോഴത്തെ കാലത്ത് എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയുകയാണ്, ഇപ്പോഴത്തെ കാലത്ത് സ്കൂളിൽ നിന്ന് ഒരു ഫസ്റ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ്. ഭയങ്കര പാടാണ് കിട്ടാനായിട്ട്. എനിക്ക് സ്റ്റേറ്റ് ലെവലിൽ പോലും ഇത്ര പ്രശ്നമില്ല. ഞാൻ ഒരുപാട് സ്റ്റേറ്റ് കുട്ടികൾക്ക് പ്രൈസ് മേടിച്ചു കൊടുത്ത ഒരാളാണ്. സ്റ്റേറ്റ് പോലും എനിക്ക് ഇത്ര പ്രശ്നം തോന്നിയിട്ടില്ല. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് ഒരു സ്കൂളിൽ നിന്ന് കയറി വരാനായിട്ട്. അതേപോലത്തെ നടത്തിപ്പ് മോശമാണെന്ന് ഞാൻ പറയുള്ളത്. അപ്പോൾ അവിടുത്തെ HM ഇത് അറിയണ്ടെന്ന് വെച്ചാൽ HM ഒന്നും അറിയണ്ടാവില്ല. അതിൻ്റെ താഴെയുള്ള ചില ടീച്ചേഴ്സിനാണല്ലോ അവർ ചാർജ് കൊടുക്കുന്നത്. HM ഒന്നും അറിയില്ല ഈ കാര്യങ്ങളൊന്നും.
അപ്പോൾ അത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ചാനലുകാർ മത്സരം വയ്ക്കുകയാണെങ്കിൽ ആ കുട്ടികൾക്ക് ആ യുവജനോത്സവമല്ല, ഇങ്ങനെയും കൂടി ഓരോ സ്റ്റേജുകളൊക്കെ കിട്ടുക. പ്രത്യേകിച്ച് ചാനലുകളൊക്കെ ആകുമ്പോൾ വേൾഡ് ഫേമസ് അല്ലേ, എല്ലായിടത്തേക്ക് എത്തുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അത് കുട്ടികളെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടുള്ളൊരു ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷെ അത് നല്ല രീതിയിൽ നടത്താൻ പഠിക്കണം. ഞാൻ കണ്ടിട്ടുണ്ട് പല മത്സരങ്ങളും ചില ചാനലുകളിൽ നല്ല നല്ല കുട്ടികളെ അവസാന നിമിഷം അങ്ങ് ചവിട്ടി കൂട്ടിയെറിയുന്നത്. നമ്മൾ പാടുന്ന, ഞങ്ങൾ ആദ്യം മുതൽ ഇപ്പോൾ ഒരു കുട്ടി പാടാൻ വന്നു കഴിഞ്ഞാൽ ഉടനെ അങ്ങ് നല്ല രീതിയിൽ പാടില്ല. പാടുന്ന ഒരു കുട്ടിക്ക് ഒരു സെലക്ഷൻ കിട്ടിയെന്ന് വിചാരിക്കാം. ആ സെലക്ഷൻ കിട്ടി കഴിഞ്ഞാൽ ആ കുട്ടി സ്റ്റേജിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഇവരുടെ ഏത് ചാനലിൽ വന്ന് നിന്ന് മൈക്ക് കൊടുത്ത് പാടുമ്പോൾ ജഡ്ജസ് അവിടെ ഇരിക്കുന്നു 3 പേര്. സാമാന്യം കുറച്ച് ഓഡിയൻസിന് അവർ കൊണ്ടിരുത്തുന്നുണ്ട്. ഈ ഒരു പെട്ടെന്ന് ചാടി കയറിയ കുട്ടിക്ക് അസാധ്യമായിട്ട് പാടാൻ സാധിക്കില്ല. കാര്യം ഒരു സഭാകമ്പം ഉണ്ടാവും, ഒരു പേടി കാണും. വീട്ടിൽ അച്ഛനും അമ്മയുടെ മുമ്പിൽ വീട്ടിലിരുന്ന് പാടുന്ന പോലെയല്ല ഒരു വേദിയിൽ നിന്ന് മൈക്ക് കൈ കൊടുത്ത് പാടാം. അപ്പോൾ ഗ്രൂമിങ് സെക്ഷൻ ഉണ്ട് ഇവർക്ക്. ആ സെക്ഷനിൽ പയ്യന്മാരും ഇപ്പോൾ സംഗീതം അറിയുന്ന ആൾക്കാരൊക്കെ കൂടി ഇരുന്ന് പാടിച്ച് ധൈര്യം കൊടുക്കുന്നതാണ് മെയിൻ പരിപാടി. കുട്ടികൾക്ക് പാടുന്ന ഒരു കുട്ടിയായിരിക്കാം, എന്നാലും ഒരു ധൈര്യം, ഒരു മൈക്ക് കയ്യിൽ വിട്ട് പാടുക എന്ന് പറഞ്ഞാൽ അസാധ്യത്തിൽ കഴിവുള്ള കുട്ടികളൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതിനില്ല, ആ പേടിയൊക്കെ മാറ്റിച്ച് കൊണ്ടുവന്ന് കുറച്ച് ദിവസം ആ കുട്ടി ആദ്യത്തെ പാട്ടിലൊന്നും സക്സസ് ആവില്ല. അങ്ങനെ പാടി കുറച്ച് തെറ്റുകളൊക്കെ വന്ന് അവസാനമൊക്കെ ഇവരുടെ അവസാനത്തെ റൗണ്ടുകളൊക്കെ ആകുമ്പോഴത്തേക്ക് കുട്ടി അങ്ങ് തെളിഞ്ഞ് പാട്ടിൽ നല്ല തെളിഞ്ഞ് കുട്ടി അസാധ്യമായിട്ട് പാടുക. അങ്ങനെ തെളിഞ്ഞു വരുന്ന ഞാൻ അവിടെ ഇരുന്ന് ജഡ്ജ് ചെയ്തിട്ടുണ്ട്. എൻ്റെ വീട്ടിലിരുന്ന് TV കാണുമ്പോൾ ഞാൻ ജഡ്ജ് ചെയ്യും. ഈ കുട്ടി എന്തായാലും ഫൈനലിൽ ഒരു പ്രൈസ് മേടിച്ചിരിക്കും. ഞാൻ അതിൻ്റെ അവസാന നിമിഷം 1-2 വർഷം അങ്ങ് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഒരു കത്തിയെടുത്ത് കുത്തി കഴിഞ്ഞാൽ ഇത്ര ദുഃഖം കാണൂല, അത്രയ്ക്ക് എനിക്ക് വേദനിച്ചു. ഒരു കുട്ടിയല്ല, 2-3 വർഷമായിട്ട് ഞാൻ 2-3 പിള്ളേരെ ഞാനങ്ങ് സെലക്ട് ചെയ്ത് വെച്ചായിരുന്നു നല്ല രീതി. ആ നിമിഷത്തിൽ ആ ഫൈനലിൽ ആ കുട്ടിയേ ഇല്ല. അപ്പോൾ ആലോചിച്ച് നോക്കിയേ എത്ര കണ്ടുള്ള ഒരു ജഡ്ജ്മെൻ്റാന്നുള്ളത്. ഞാൻ സത്യം പറഞ്ഞാൽ അന്തം വിട്ടുപോയി. അപ്പോൾ പലർക്കും പല കളികളും ഉണ്ട് ഇതിനകത്തുനിന്നുള്ള, നമ്മുടെ ഡാൻസിനെ പോലെ അതിനകത്തും കളികളുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാൻ തുറന്നു പറയുന്ന ഒരാളാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞിരിക്കും. എനിക്ക് തോന്നിയിട്ടുള്ളത് അസാധ്യമായിട്ട കളികൾ അതിനകത്ത് നടക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ പുറകിലുള്ള പരിപാടി എന്ന് ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെ മത്സരങ്ങൾ ഇപ്പം എന്നോട് ചോദിച്ച് മത്സരങ്ങൾ കാണാം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കാണാൻ തോന്നുമോ? ഇല്ല. നമ്മൾ പിന്നെ ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് വീട്ടുപണിയും ഡാൻസ് ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ TV-യുടെ മുമ്പിൽ കുറച്ച് നേരം ന്യൂസ് കാണും. അപ്പോഴത്തേക്ക് ഒരു പാട്ട് ഉണ്ടാവും. അപ്പോൾ ആ ചാനൽ മാറ്റി പാട്ട് കാണും. ഈ ഇടയ്ക്കൊരു സംഭവം ഉണ്ടായി. ഒരു ചാനലിൽ മത്സരങ്ങൾ നടക്കുമ്പോൾ ഞാൻ കാണുന്ന പതിവായിരുന്നു. 2-3 ചാനലുകളിൽ പാട്ടുണ്ട്, അതുകൊണ്ടാണ് ഒരു ചാനൽ എടുത്ത് പറയാനായിട്ട് കാര്യം. ആ പാട്ട് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുട്ടി പാടി. അപ്പോൾ അത് കറക്റ്റ് തുടങ്ങുന്ന സമയമാകുമ്പോൾ ഞാൻ താഴെ ഇറങ്ങും. അതിൻ്റെ ഒരു പാട്ട് കേട്ടു. അപ്പം നമ്മൾ ഒരു പാട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു ചായ ഇട്ട് കുടിക്കുകയെ അല്ലെങ്കിൽ 2 ദോശയൊക്കെ ഉണ്ടാക്കി കഴിക്കുകയെ പിന്നെ കുറച്ച് കുശലങ്ങളൊക്കെ വീട്ടിലൊക്കെ എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ട് പിന്നെ ചെന്നാൽ മതി. അപ്പോഴത്തേക്ക് ആവുള്ളൂ അടുത്ത പാട്ട്. സത്യമാണത്. അത് ഞാൻ പറയാണ്ട് തന്നെ ഗംഗയ്ക്ക് അറിയാം. അപ്പം നമുക്ക് കുറേ പേര് അങ്ങനെയാണ് പറഞ്ഞത്. എൻ്റെ ഫ്രണ്ട്സ് തന്നെ ചിലർ പറഞ്ഞിട്ടുണ്ട്, അയ്യോ ഞങ്ങൾ കാണാറില്ലേ പാട്ട്. അപ്പം ചോദിച്ചാൽ എന്താ കേൾക്കാത്ത ടീച്ചറെ, ഒരു പാട്ട് കഴിഞ്ഞാൽ അടുത്ത ഒരു പാട്ട് വരണമെങ്കിൽ നേരെ എത്ര ഇരിക്കണം, അതിലും ഭേദം അതൊക്കെ അടച്ചു പൂട്ടി പോവുക. എന്നാലും ഞാൻ അവിടെ ഇരിക്കും. പരസ്യപ്പോഴത്തേക്ക് ഈ ചാനലിലൊന്നും മാറ്റും. അപ്പം ന്യൂസിൽ ഇത്തിരി നേരം പോവും. ന്യൂസ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് നേരം ന്യൂസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പം എല്ലാ ന്യൂസ് ചാനലുകളിലെല്ലാം ഒരേ സബ്ജക്റ്റ് ആയിരിക്കും പറയുക. അപ്പോൾ നമ്മൾ ചാനൽ പിന്നെ മാറ്റേണ്ട കാര്യമില്ല, അത് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോഴും ആയിരിക്കും ഇവിടെ പാട്ടായി കാണും എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരികയാണ്. അപ്പോഴും ഇവിടെ പരസ്യം തന്നെ ആയിക്കോട്ടെ, അതിന് നമുക്ക് വിരോധമില്ല. കാശുള്ളവരെല്ലാവരും ചാനൽ തുടങ്ങുന്ന കാലമാണ് ഇപ്പോൾ, ശരിയല്ലേ? കാശുള്ളവരെല്ലാവരും ചാനൽ തുടങ്ങും, കാശുള്ളവർ മെഡിക്കൽ കോളേജ് തുടങ്ങും, കാശുള്ളവർ എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങും. കാശുണ്ടോ എന്ത് വേണോ തുടങ്ങാം, അല്ലേ? ശരിയാണ്, അങ്ങനെയായി ഇപ്പോൾ. അപ്പോൾ
ഇവരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പരസ്യം. അപ്പോൾ പരസ്യത്തിന് ഇവർക്ക് അതിനുള്ള ഗുണങ്ങളുണ്ട്, ചാനലുകാർക്കുണ്ട്. അപ്പോൾ അവർ നടത്തിക്കോട്ടെ, നമുക്കൊരു വിരോധമില്ല. നമ്മളത് കാണാൻ ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി. അത് ഞാനും അംഗീകരിക്കുന്നു. എല്ലാ ചാനലുകളിലും പരസ്യങ്ങളുണ്ട്. പല പല പരസ്യങ്ങളും കണ്ട് 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 അതിൽ നിന്ന് പലതും മേടിച്ച് തലയിലൊക്കെ തേച്ചിട്ടില്ലേ, ഷാമ്പൂ ഒക്കെ മേടിച്ച് തേക്കാറില്ലേ? എൻ്റെ അടുത്ത് ചോദിക്കും, ടീച്ചറിന് എങ്ങനെയാ ഇത്ര മുടി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കും, മോളെ ഏത് ഷാമ്പൂ തേക്കുന്നേ? അപ്പം പറഞ്ഞ് ഇന്നതാ. കഴിഞ്ഞ മാസം ഏതാ തേച്ചേ? അത് വേറെയായിരുന്നു ടീച്ചർ. അപ്പോൾ അതിന് മുമ്പേ ഏതായിരുന്നു? അത് വേറെ. അതാണ് നിന്റെ മുടിയൊക്കെ കൊഴിയുന്നത് എന്ന് ഞാൻ പറയും. അപ്പോൾ ഇത് എവിടെന്നാ ഇത് കാണാറ്? ടി വിന്നാണ് കാണാറ്. പരസ്യത്തിൽ ഈ ഷാമ്പുകളുടെയൊക്കെ വെറൈറ്റീസ് വരുമല്ലോ. അങ്ങനെ പലതും പലതും വരുമ്പോൾ അതൊക്കെ മേടിച്ച് തേക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മുടി കൊഴിയും എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അത് ഇപ്പം പറഞ്ഞതുപോലെ ഒരു പാട്ട് കഴിഞ്ഞാൽ കുറേ നേരം കഴിഞ്ഞിട്ടേ അടുത്ത പാട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടി പാടിയതിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് പറയലുണ്ട് സംഗീതത്തിന്. ഉടനെ മാർക്കിട്ട് അങ്ങ് പോവല്ല, പറയുന്നുണ്ട്. അതും നമ്മൾ നല്ലതാ കാണുന്നത്. കുട്ടിയുടെ ഫാൾട്ടുകളെല്ലാം കുട്ടിക്ക് മനസ്സിലാവും, ഓഡിയൻസിനും മനസ്സിലാവും, കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും പ്രധാനമായി മനസ്സിലാവും. അപ്പം അത് ആവശ്യമുള്ള ഒരു കാര്യമാണ്. അവർ അതിനെ അംഗീകരിക്കുന്നുണ്ടായിരിക്കും ഞാൻ വിചാരിക്കണം, പാരൻസും ഒക്കെ. ഈ ഇടയ്ക്കൊരു സംഭവം ഉണ്ടായി. സംഭവം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കാര്യം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം അങ്ങോട്ടേക്ക് സംസാരിച്ച് വന്നതുകൊണ്ട് ഞാനത് പറയാണ്. അതിനകത്ത് ഈ ചാനലിൽ ഈ സംഗീതം മത്സരത്തിൻ്റെ ഒരു അവതാരക, ഈ കുട്ടി കുറച്ച് വർഷമായിട്ട് അതിനകത്ത് അവതാരകയാണ്. ഒരു 6-7 വർഷമായിട്ട്, ഒരു 6 വർഷമായിട്ട് അവതാരകയാണ്. ഇപ്പോഴും അതിനകത്ത് കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ കുട്ടിയെ കാണാറുണ്ട്. ഈ കുട്ടിയുടെ അവതരണം നല്ലതാണോ ചോദിച്ചാൽ നല്ലതാണ്, നമ്മൾ കുറ്റമൊന്നും പറയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സഭാകമ്പം ഇല്ലാതെ ആ കുട്ടി നല്ല പോലെ അങ്ങ് പറയണം. അതിന് അസാമാന്യം കഴിവുള്ള കുട്ടികൾക്കേ പറ്റുള്ളൂ. അത് മിക്ക ചാനലുകളിലും പല അവതാരകന്മാരും ആണുണ്ട് പെണ്ണുണ്ട് പെൺകുട്ടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് എനിക്കിഷ്ടപ്പെടാതെ വന്ന കാര്യം, നമ്മൾ ഇതിൻ്റെ മുമ്പിലിരിക്കുന്നതേ കാശ് കൊടുത്തിട്ടാ അല്ലേ? നമ്മുടെ അവിടെ ദൂരദർശൻ മാത്രമല്ല, നമ്മുടെ വീട്ടിൽ ടി വിയിലുള്ളത്. നമ്മൾ ഇതിന് പൈസ വർഷവും ഞാൻ വർഷം അടയ്ക്കുന്നത്. ആ അടച്ചിട്ടുള്ള ഒരു പരിപാടിയെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെറുതെ ഒന്നും ഇവർ നമുക്ക് കാണിച്ചു തരുന്നില്ല. ശരിയല്ലേ? അപ്പോൾ നമുക്ക് പറയാനുള്ള ഉത്തരവാദിത്വം കൂടിയുണ്ട്, അല്ലെങ്കിൽ പറയാനുള്ള റൈറ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞിരിക്കും, എനിക്ക് ഈ അവതാരകയുടെ ഈ ബർത്ത്ഡേ നമ്മളെല്ലാവരും ആഘോഷിക്കാറുണ്ട്. അപ്പോൾ സാധാരണക്കാരെ എങ്ങനെയാണ് ആഘോഷിക്കുക? നമ്മൾ വീട്ടിൽ നമ്മൾ അച്ഛനും അമ്മയുണ്ട്, അല്ലെങ്കിൽ ബന്ധുക്കളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനെ വിളിച്ച് നമ്മളൊക്കെ ആഘോഷിക്കുന്നു ഒക്കെ ശരി തന്നെ. അപ്പം നമ്മളത് എത്ര സമയം എടുത്താലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചിലരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ അവർ വരുന്നത് വരെ ഇരിക്കുന്ന ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ശരിയല്ലേ? അപ്പോൾ അങ്ങനെ എല്ലാ വീടുകളിലും എല്ലാവരും ജീവിച്ചിരിക്കുന്ന എല്ലാവരും സാമാന്യം നല്ല രീതിയിൽ ജീവിക്കുന്നവരെല്ലാം ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ട്. വഴി കിടക്കുന്ന പൂരപ്പറമ്പിലും ഉത്തിരികണ്ഠ മൈതാനത്തും കിടക്കുന്നവർക്ക് ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ടോ? അതിനെക്കുറിച്ച് വല്ലവരും ആലോചിക്കാറുണ്ടോ? പാവങ്ങളെക്കുറിച്ച് വല്ലവരും ആലോചിക്കാറുണ്ടോ? ഇല്ല. അപ്പോൾ ഇതെല്ലാം പോട്ടെ, നമ്മുടെ സമയം കളയാനല്ല നമ്മൾ ചാനലിന് മുമ്പിലിരിക്കണം, ആണോ? അല്ല, നമുക്ക് വിലപ്പെട്ട സമയമുണ്ട്. നമ്മൾ ആ ചാനലിനെ പല രീതിയിലും നമ്മൾ അതിനകത്ത് എന്തെങ്കിലും നമുക്ക് അറിവുള്ളത് കിട്ടുമോ, നമുക്ക് എന്തൊക്കെ കിട്ടും എന്ന് ആലോചിച്ചും കൊണ്ട് ചെന്നിരിക്കുന്ന ന്യൂസ് ഉണ്ടോ, അല്ലെങ്കിൽ നല്ല നല്ല സംഗീതങ്ങളുണ്ടോ, നല്ല നല്ല എന്തെങ്കിലും നല്ലതൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ സീരിയലും കാണുന്നവരില്ലേ? ഞാൻ കാണാറില്ല, കാണുന്നവരില്ലേ? അങ്ങനെ പലതും കാണാനായിട്ട് ഒരുപാട് നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ മനസ്സിനെ ഒരു എൻജോയ്മെൻ്റ് എന്ന് പറയില്ല, എൻജോയ് ചെയ്യുക. അതായത് എല്ലാം കഴിഞ്ഞിട്ട് അടുക്കള പണി, പിള്ളേരെ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ കടയിൽ പോയി സാധനങ്ങൾ മേടിക്കുന്നു, അങ്ങനെ ഒരുപാട് കാര്യം ഒരു വീട്ടമ്മയ്ക്കും ഒരു അച്ഛനും ഉണ്ട് അല്ലേ? ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സമയം നമ്മൾ മനസ്സ് തുറന്ന് സുഖിച്ച് അല്ലെങ്കിൽ എല്ലാം മറന്നിരിക്കുന്ന ഒരു സമയമാണ് ടി വിയുടെ മുമ്പിൽ. പല പല പ്രശ്നങ്ങളുണ്ടായിരിക്കാം പലർക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവരുടെയൊക്കെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ട് നമ്മുടെ സമയം കളയാനാണോ?
എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അത് ഗംഗ പറഞ്ഞാൽ വിശ്വസിക്കില്ല, കുറച്ചു നേരമൊന്നുമല്ല, ഒരു പാട്ട് കഴിഞ്ഞിട്ട് എത്രയോ സമയം ഈ കുട്ടിയെ വെച്ചിട്ട് നിർത്തി ഇവർ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് ആരെ കാണിക്കാനാ? നമുക്കിതിനോടൊന്നും താല്പര്യമൊന്നുമില്ല. നമ്മൾ പൈസ കൊടുത്തിട്ട്, അതിന് നേരത്തെ പറഞ്ഞ പോലെ പൈസ കൊടുത്തിട്ട് ഇതിന് മുമ്പിൽ വന്നിരിക്കണത്. അപ്പം ഞാൻ ഇത് ഒരു പാട്ട് കഴിഞ്ഞിട്ട് ഈ ബർത്ത്ഡേ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ കേട്ടാൽ അതിനേക്കാളും അന്തം വിടും നമ്മൾ. ഓ നമ്മുടെ മറ്റത് മറിച്ചത് ഈ എന്നൊക്കെ പറയട്ടെ. എന്താണ് ഇതുപോലെ ഇത്രയും പരസ്യമൊക്കെ കൊടുത്തിട്ടേ ഒരുമാതിരി ചീപ്പായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയത്. ഇത്രയൊന്നും പരസ്യപ്പെടുത്തിയിട്ട് ഒരാളുടെ കാര്യങ്ങളൊന്നും നമ്മൾ കാണാൻ വേണ്ടിയിട്ട്, ജനങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ആക്കാനായിട്ട് അത്രയും വലിയൊരു കക്ഷിയാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഒരു അവതാരകയൊക്കെ തന്നെ. പക്ഷെ ഇത്രയും സമയം നമ്മളെ പോലുള്ളവരെ സമയം കളയാൻ നമ്മൾ അതിൻ്റെ മുമ്പിൽ പാട്ട് കേൾക്കാൻ ചെന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇത് ഇത്രയും എന്നിട്ട് പിടിച്ച് കെട്ടിപ്പിടിക്കുന്നു, ഇങ്ങനെ പിടിക്കുന്നു, വരുന്നവർ കാര്യങ്ങൾ പറയുന്നു, അത് പറയുന്നു, ഇത് പറയുന്നു. പിന്നെ ഇതുപോലെ ബർത്ത്ഡേ അങ്ങ് ലോകത്തിൽ ആരും ആഘോഷിക്കാത്തത് പോലെ. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു? അപ്പോൾ ചാനലും മാറ്റി. ഇത് കണ്ട് അസഹ്യമായിട്ട് തോന്നുമ്പോൾ മാറ്റിക്കളഞ്ഞു. മാറ്റി വേറെ ചാനൽ പോയിട്ട് വേറെ പലതും കണ്ടിട്ട് തിരിച്ച് ഈ ചാനലിലേക്ക് തന്നെ വരിക. അപ്പോഴും ഇവിടെ നിർത്തിയിട്ടില്ല. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര അരോചകമായിട്ട് നമുക്ക് തോന്നും. ഇങ്ങനെയൊന്നും ചെയ്യാനല്ല. അപ്പം അവർ പറയും വേണമെങ്കിൽ കണ്ടാൽ മതി. ഇപ്പം ഞാൻ ഇപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ അവർ ചാനലുകാർ ചിലപ്പോൾ പറയും അവർക്ക് വേണമെങ്കിൽ കാണണല്ലോ, അവൾ പൈസ കൊടുത്തിട്ടാ, വർഷം പൈസ അടച്ചിട്ട് അതിൻ്റെ മുമ്പിൽ കുത്തിയിരിക്കണത്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇതിങ്ങനെ കണ്ടതിന് ശേഷം ഇന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു, ഏഷ്യാനെറ്റിൽ മറ്റേ പൈസ മേടിക്കാൻ വരുമല്ലോ, വർഷം പൈസ മേടിക്കാൻ വരും. അപ്പോൾ ഞാൻ ഇപ്പോൾ വിളിച്ചു പറഞ്ഞു, എനിക്ക് ചില ചാനലുകളൊന്നും വേണ്ട, അതങ്ങ് എടുത്ത് കളയണം, നിങ്ങൾ വന്നേ പറ്റൂ, എനിക്ക് ഇഷ്ടപ്പെട്ട ചില ചാനലുകളുണ്ട്, അത് മതി. ഇതെൻ്റെ ഇഷ്ടമാണ് അല്ലേ? എൻ്റെ വീട്ടിൽ എൻ്റെ ടി വിക്കകത്ത് ഏത് ചാനൽ ഉപയോഗിക്കണം എന്നുള്ള എൻ്റെ ഇഷ്ടമാണ്. അത് ഞാൻ ആ ചാനലിന് ഞാൻ സത്യം പറഞ്ഞാൽ വേണ്ടെന്നങ്ങ് വെച്ചു. വേണ്ടെന്ന് വെക്കാനായിട്ട് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു എന്ന്. അതായത് നമ്മൾ പാട്ട് കേൾക്കാൻ ആഗ്രഹിച്ച് ചെന്നിരിക്കുമ്പോൾ ഈ ഓരോരുത്തരുടെ ബർത്ത്ഡേ ആഘോഷിച്ച് നമ്മുടെയൊക്കെ സമയം കളയാനാ. നമുക്കിത് കാണാൻ താല്പര്യമില്ലെങ്കിലോ? ശരിയല്ലേ? ഇപ്പം ആര് കണ്ടാലും അരോചകമായിട്ട് തോന്നും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് കുറേ പേരൊന്നും കാണുന്നുണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ അവിടെ പാടാൻ വരുന്ന കുട്ടികളുടെ പാരൻസോ കുട്ടികളൊക്കെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടായിരിക്കാം വീടുകളിലിരുന്ന്. അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ, ഈ പാടുന്ന കുട്ടികൾക്ക് കുറേ ബന്ധുക്കളും കുടുംബക്കാരും ഫ്രണ്ട്സും ഒക്കെ കാണുമല്ലോ. അവരൊക്കെ കാണുന്നുണ്ടായി. അവർക്ക് ചിലപ്പോൾ കുഴപ്പമായിട്ട് തോന്നില്ലായിരിക്കാം. അവരെ മക്കളവിടെ പാടുകയാണല്ലോ, അപ്പോൾ പിന്നെ അവരുടെ അവതാരകനെ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുമല്ലോ. എന്നെ സംബന്ധിച്ച് എനിക്ക് പ്രായം ചെന്ന ഒരു ഡാൻസ് ടീച്ചറാണ് ഞാൻ, തീരെ ചെറുപ്പമൊന്നുമല്ല. അപ്പോൾ എനിക്ക് പറയാനായിട്ട് ഒരു ഇന്ത്യൻ വനിത എന്നുള്ള നിലയ്ക്ക്, അല്ലെ കേരളത്തിലെ ഒരു വനിത എന്നുള്ള നിലയ്ക്ക് ഞാൻ പറഞ്ഞിരിക്കും. എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇത് ഞാൻ ഈ പറഞ്ഞത് ഗംഗയ്ക്കാണെങ്കിൽ ഇഷ്ടപ്പെടുമോ? കണ്ടാൽ ഇഷ്ടപ്പെടുമോ? നമ്മുടെ സമയം വെറുതെ കളയാണ്. കേക്ക് മുറിക്കുന്നുണ്ട്, കേക്ക് മുറിച്ച് അത് ആയിക്കോട്ടെ, കുറച്ച് സമയമൊക്കെ എടുക്ക്. ആ കുട്ടി അവതാരികയാണ്, ശരി, കേക്ക് കൂടെ ഒന്ന് മുറിക്കുന്നു. പിന്നെ അവിടെ സ്റ്റേജിലുള്ള എല്ലാവർക്കും ഇങ്ങനെ വായിൽ വെച്ച് കൊടുക്കുന്ന അത്രയും സമയം ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പം ഇതൊക്കെ ഒരു അരോചകമായിട്ട് എനിക്ക് തോന്നിയത്. ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ബർത്ത്ഡേയോ ജനന സമയമോ ജന്മദിന ഡേറ്റുകളോ ഒന്നും അറിയാത്ത എത്രയോ പാവങ്ങളുണ്ട്. ഇവർക്കൊക്കെ വല്ലതും ഉണ്ടാ? അപ്പോൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ ആയി വരുന്ന ചിലരുടെയൊക്കെ ഇനി ഞാനൊരു ചാനൽ തുടങ്ങാൻ പോവാ, എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ. അപ്പൊ ഗംഗ ടീച്ചർ പാട്ട് കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് വന്നല്ലോ, അതിനുള്ള മറുപടിയാണ് ഞാൻ ഈ പറഞ്ഞത്. എങ്ങനെയുണ്ട്? സത്യമല്ലേ ഞാൻ പറഞ്ഞേ? ആ ശരിപ്പാ.